എന്ത് ചെയ്യാനാ, കഴിഞ്ഞ ദിവസം ഒന്ന് നൈസായിട്ട് സ്റ്റെപ്പിലൊന്ന് വീണേ. അത് കഴിഞ്ഞ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാ പിന്നെ ഇന്നൊരു ഡ്രോയിങ്ങിന്റെ വീഡിയോ അയക്കാന്ന് വിചാരിച്ചേ. ഒന്നുമില്ല, ഒരു പേപ്പർ എടുക്കുക, ഒരു പെൻസിൽ എടുക്കുക, ഒരു റബ്ബർ എടുക്കുക. എന്നിട്ട് ആ പേപ്പറിന്റെ സൈഡിൽ ഒരു റൗണ്ട് വരയ്ക്കുക. പിന്നെ പെറ്റൽസ് വരച്ചു തുടങ്ങാവേ. ഒരു സൺഫ്ലവർ വരയ്ക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഓരോ പെറ്റൽസ് ആയിട്ട് നമുക്ക് വരച്ചു തുടങ്ങാം കേട്ടോ. എല്ലാവർക്കും വളരെ പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ സൺഫ്ലവർ ആണെന്നാണ് ഞാൻ കരുതുന്നത്. ഇതളുകളൊക്കെ നൈസായിട്ടൊന്ന് വരച്ചിട്ട് ഒന്ന് ഡീറ്റെയിലും ചെയ്തെടുക്കുകയാണ് ഞാൻ. നമ്മൾ ആദ്യം വരച്ച സർക്കിളില്ലേ, അത് നമുക്ക് മായ്ച്ചു കളയാവേ. ഇതിന് നടുക്കായിട്ട് ചെറിയ ചെറിയ സർക്കിൾസ് വരച്ചു കൊടുക്കാവേ. അങ്ങനെ ഞാൻ എന്റെ സൺഫ്ലവർ വരച്ചു തീർത്തെ. എങ്ങനെയുണ്ട്, കൊള്ളാമോ? അപ്പോഴാണ് എനിക്കൊരു അതിബുദ്ധി തോന്നിയത്, എന്തായാലും വരച്ചല്ലേ ഒന്ന് പെയിന്റ് അടിച്ചെടുക്കാവുന്നു. എന്നാ പിന്നെ അത് കോഫി പൗഡർ പെയിന്റിങ് ആയിക്കോട്ടെ എന്ന് കരുതി. പക്ഷെ പെയിന്റ് ചെയ്ത് ഞാൻ ഒത്തിരി റിഗ്രറ്റ് ചെയ്തു കേട്ടോ. വേണ്ടിയിരുന്നില്ല എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. എന്നാ പിന്നെ നിങ്ങളെ കൂടെ കാണിച്ചേക്കാന്ന് കരുതി. ഞാൻ ഈ പിക്ചർ മുഴുവൻ പെയിന്റ് ചെയ്തെടുത്തത് 2 രൂപയുടെ ഒറ്റ ഒരു ബ്രൂവിന്റെ പാക്കറ്റിംഗ് കൊണ്ടാണ്. I made my best single, came out and felt so great. ഇവിടെ വരെ എനിക്ക് വലിയ വൃത്തികേടൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ റിഗ്രറ്റ് ചെയ്തു. ഈ പെറ്റൽസിന് വെറുതെ ഒന്ന് ഡീറ്റെയിൽ കൊടുക്കാൻ നോക്കിയത്, അതോ കണ്ടില്ലേ, കുളവായിപ്പോയി. പിന്നൊന്നും നോക്കിയില്ല, അത് മറയ്ക്കാനായിട്ട് ഇതാ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി വെച്ച് എല്ലാം മറിച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെയാട്ടോ ഉണ്ടായിരുന്നേ. എപ്പോഴും അങ്ങനെ നല്ലത് മാത്രം ഇട്ടാലും അങ്ങനെ ഇടയ്ക്ക് ഫ്ലോപ്പും കൂടി ഇടണ്ടേ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ.